സുഹൃത്തുക്കളെ, പ്രിയദർശിനി മിൽസിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട സുദിനമാണെന്ന്. അമേരിക്കയിലെ ലക്ഷക്കണക്കിന് പട്ടാളക്കാർ അടുത്ത 10 വർഷത്തേക്ക് ധരിക്കാൻ പോകുന്നത് നമ്മുടെ മില്ലിന്റെ തുണിയിൽ തുന്നിയ യൂണിഫോമുകളാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്. ഇതോടെ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ കിരീടം വെച്ച രാജാവായി തീർന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ MD ദർശൻ ദാസ് അവർകൾ നിങ്ങളോട് 2 വാക്ക്. സഹപ്രവർത്തകരെ, നമ്മുടെ മാനേജർ മഹാദേവൻ പറഞ്ഞതുപോലെ ഞാനൊരു രാജാവൊന്നുമല്ല, നിങ്ങളിൽ ഒരുവൻ. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്ക്: നന്ദി. കമ്പനിയുടെ ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഏവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. Sir, I have a bad news. What? ക്വാളിറ്റി ടെസ്റ്റിൽ നമ്മുടെ ക്ലോത്ത് പരാജയപ്പെട്ടു. ഇൻസ്കേപ്പ് സർട്ടിഫിക്കറ്റിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. It's impossible. എക്സ്പോർട്ട് ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഫാക്സ് ആണ്. നമ്മുടെ മില്ലിനെ അവർ ഡീബാർ ചെയ്തിരിക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇനി ദർശൻ ദാസ് വട്ട 0. അവിടെ അടിക്കുന്ന കൊടുങ്കാറ്റിന്റെ അലയിൽ അവന്റെ ഇന്ത്യൻ മാർക്കറ്റ് ഞാൻ പിഴുതെറിയും. അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ? അഹമ്മദാബാദിലെ മേത്താജ് സപ്ലൈ ചെയ്ത നൂലിൽ കുംഭകോണത്തെ ചെട്ടിയാർ പൂശിയ കളറാണ് വില്ലനെന്ന് അവൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല. ടെക്സ്റ്റൈൽ ടൈക്കൂൺ ദർശൻ ദാസിന്റെ വിശ്വസ്തനായ മാനേജർക്ക് ഈ പാവം തുണിക്കച്ചവടക്കാരന്റെ ഒരു എളിയ സമ്മാനം. മൊറൈസാർ വാക്ക് പറഞ്ഞാൽ മതി, നാളെ പ്രിയദർശിനി മിൽസ് തുറക്കാനുള്ള സൈറൻ തൊഴിലാളികളുടെ മുദ്രാവാക്യത്തിൽ മുങ്ങിപ്പോകും. ഇങ്ങനെ ഒരു അവസരത്തിൽ തൊഴിലാളികൾ ദർശൻദാസിന്റെ കൈവിടുമെന്ന് തോന്നുന്നില്ല. ഉണ്ടചോറിന് നന്ദി. എടോ മാനേരെ, തൊഴിലാളികൾക്ക് ഉപ്പിന് പകരം മധുരം വിളമ്പടോ. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, പ്രിയദർശിനി മിൽസിന്റെ ബൽചക്രങ്ങൾ ഇനി ഉള്ളരുത്. ഇതുപോലെ നിറഞ്ഞ പെട്ടികൾ വിൽസൺ മൊറൈസിന്റെ ഷെൽഫിൽ ഇനിയും ഉണ്ടടോ. Go and enjoy. ഇവിടെ തകർന്നത് കോടികളുടെ ഓർഡർ മാത്രമല്ല, വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ്. എല്ലാ ടെസ്റ്റുകളും എടുത്തിരുന്നു. ക്ലോത്തിന്റെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് പ്രോംപ്റ്റായി ഫോറിൻ ഏജൻസി കൊടുത്തതാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ഐ വാണ്ട് ടു നോ ദ ബ്ലഡി ട്രൂത്ത്. ആരാണ് ഇപ്രാവശ്യം നമുക്ക് ഡൈ സപ്ലൈ ചെയ്തത്? അത് കുംഭകോണത്തെ നമ്മുടെ പെർമനന്റ് സപ്ലയർ തന്നെ. അയാൾ വിശ്വസ്തനാണ്. ഫാബ്രിക് ലെവലിലാണ് കുഴപ്പമെങ്കിൽ ഇൻസ്കേപ്പിന്റെ ക്ലിയറൻസ് എങ്ങനെ കിട്ടി? ഇറ്റ്സ് ഇംപോസിബിൾ. സംതിങ് ഈസ് റോങ് സംവെയർ. മിസ്റ്റർ മഹാദേവൻ, സ്റ്റോപ്പ് സ്റ്റിച്ചിങ് ഇമ്മീഡിയറ്റ്ലി. യെസ് സർ, ബട്ട് ഡൊമസ്റ്റിക് സപ്ലൈക്കും അത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും അല്ലേ? അതെ, അതിനിടയിലാണ് തൊഴിലാളികളുടെ സ്ട്രൈക്ക്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും യൂണിയൻ ലീഡർ സദാശിവം വഴങ്ങുന്നില്ല. ഈ ക്രൈസിസിൽ എന്നോടൊപ്പം നിൽക്കേണ്ട എന്റെ തൊഴിലാളികൾ എനിക്കെതിരെ തിരിഞ്ഞു. ഒരിക്കലും ഞാൻ അവരോട് മുതലാളിയെ പോലെ പെരുമാറിയിട്ടില്ല. ഞാൻ എന്റെ തൊഴിലാളികളോട് കുറച്ച് മഹാമനസ്കത കാണിക്കാൻ തീരുമാനിച്ചു. എന്റെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നാളെ മുതൽ ശമ്പളം 20% കൂടുതൽ. ഐഡിയൽ പ്ലാൻ. മൊറൈസ് മുതലാളി തൊഴിലാളികൾക്ക് 20% കൂലി കൂടുതൽ കൊടുക്കുമ്പോൾ പ്രിയദർശനിലെ തൊഴിലാളികൾക്കും അത് ന്യായമായി ഡിമാൻഡ് ചെയ്യാലോ. അവിടം വരെ പോണോ? തൊഴിലാളികളാണ്. തലയെടുത്ത് അവന്റെ കക്ഷത്തിൽ വെച്ചു കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ ഒത്തൊന്നു വരില്ല. ഇവിടെ കുഴിക്കുന്ന കുഴി വേറൊരിടത്ത് ഉണ്ടാക്കാൻ മൊറൈസിന് അറിയാം. നിങ്ങൾ സ്ട്രൈക്ക് തുടങ്ങി വെച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ സമരം തുടങ്ങാം. പക്ഷെ നീണ്ടു നിന്നാലേ തൊഴിലാളികൾ പട്ടിണിയിലാവും. ചുമ്മാ കുത്തിയിരുന്ന് 10 ഇംഗ്ലാവ് വിളിയടോ. വിപ്ലവ വീര്യം തൊഴിലാളി വർഗത്തിന്റെ സിരകളിൽ നൊരഞ്ഞു പൊന്തട്ടെ.
നാളെ ഇവിടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ ഉണ്ടാകട്ടോ. നേതാവ് പഠിക്കണ്ട കേട്ടോ. തന്റെ റേഷന്റെ കാശ് ഞാൻ മാസം വീട്ടിലേക്ക് അയച്ചു തന്നേക്കാം. എന്നാ പോലെ ഇതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുക ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? പണം എനിക്ക് പ്രശ്നമല്ല കൃഷ്ണനുണ്ണി, മാനവും സൽപ്പേരും. അത് പോയാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? അമ്മേ, ദാസ, ബിസിനസ്സിൽ എത്രയോ ഉയർച്ചകളും താഴ്ചകളും കണ്ടവനാ നീ. നടന്നു പോകുമ്പോ കാലയിൽ ഒരു മുള്ളു കൊണ്ടു എടുത്തു കളഞ്ഞിട്ട് കൂടുതൽ വേഗത്തിൽ നടക്കണം. എങ്കിലല്ലേ ലക്ഷ്യത്തിലെത്താൻ ഒക്കുള്ളൂ മോനെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ അമ്മേ. മൊറീസ് ഇതും ഇതിലപ്പുറവും പറ്റും. ഈ കളി തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. നമ്മുടെ തകർച്ചയാ അവന്റെ ലക്ഷ്യം. ഇന്നലെ രാത്രിയും ഇവിടെ ഇല്ലായിരുന്നു. ഇത്തരം സില്ലിയായ സ്വകാര്യതകളൊക്കെ മറക്കാനുള്ള പ്രായം നമുക്കായില്ലേ മറിയേ? ഷെറീൻ ഇതുവരെ എത്തിയില്ല. അവള് വരാൻ താമസിക്കുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിൽ ആദ്യ. നിന്നെയും നിന്റെ മകനെയും പോലെ വയസ്സായ മനസ്സല്ല അവളുടേത്. അവള് ചെറുപ്പമല്ലേ. ലേറ്റർ എൻജോയ്. പറയാൻ അറയ്ക്കുന്ന കഥകളാ അവളെ കുറിച്ച് ദിവസവും കേൾക്കുന്നത്. ഡ്രഗ്സ് അടിച്ച് കൂട്ടുകാരുമൊത്ത് ക്ലബിലും ബീച്ചിലും ഒക്കെ കറങ്ങി നടക്കുക അവള്. ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കുമ്പോ അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മറിയേ, പൊടിപ്പും തൊങ്ങലും വെച്ച് പലരും പറയുന്ന കഥകൾ കേൾക്കാൻ ഞാൻ കാത് കൊടുക്കാറില്ല. അവൾ വരും. ഷീസ് മൈ ഡോട്ടർ. പിന്നെ എന്നെ കാത്തിരിക്കണ്ട, ഞാൻ വരാൻ വൈകും. ഡാഡി എങ്ങോട്ടാണ് പോണെന്നറിയാം. ഇപ്പൊ തന്നെ ഫാക്ടറിയിൽ പലരും പലതും പറഞ്ഞു തുടങ്ങി. എന്റെ പുറകെ ഭൂതക്കനാടിയും പിടിച്ചോണ്ട് ഒരുത്തരം നടക്കണ്ട. നഷ്ടപ്പെടുന്നത് കുടുംബവും സ്വസ്ഥതയുമാണെന്ന് അങ്ങ് ഓർക്കുന്നില്ല. എടീ, ഒത്തിരി നഷ്ടപ്പെട്ടും വാശിയോട് അതിലേറെ നേടിയുമാണ് ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. താക്കോൽ പടിയുടെ ഒളിഞ്ഞു നോക്കി ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ശീലിച്ച നിനക്ക് ഞാൻ ചവിട്ടിക്കടവുന്ന മുള്ളുകളെ കുറിച്ച് എന്തറിയാം? ഞാൻ ഉണ്ടാക്കി അനുഭവിക്കാനല്ലാതെ ഈ നിൽക്കുന്ന നിന്റെ മകനെ എന്ത് നേടാൻ കഴിഞ്ഞടി? അതിന് ഡാഡി എനിക്ക് അവസരം തന്നിട്ടില്ലല്ലോ. എടാ, അവസരം ആരും കയ്യിലെടുത്ത് തരില്ല. അത് കണ്ടെത്തണം. അത് കണ്ടുപിടിക്കാനുള്ള ശക്തി വേണം. കയ്പിന്റെ കടൽ കുടിച്ച് പറ്റിച്ചവനാ ഞാൻ. ആ ഗതി നിനക്കൊന്നും വരാത്തതിൽ ഈ അപ്പന് സ്തുതി പറയടാ. മോനെ, നീ പോയി അവളെ ഒന്ന് അന്വേഷിക്കേ. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ലമ്മേ. ഓക്കെ പ്രിയ, ബൈ.
Okay, Rupa. We had a nice time together. See you. Yeah, bye. Bye. വൈ റിസീവ് ചെയ്യാൻ ആരും എത്തിയില്ലേ? നോ, ഞാനൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചാ എക്സാക്ട് ഫ്ലൈറ്റ് ഡാഡി അറിയിച്ചില്ല. നോ പ്രോബ്ലം, ഐ വിൽ ഗിവ് എ ലിഫ്റ്റ്. താങ്ക് യു. പ്രിയമോള് വന്നു. ഹലോ ഉണ്ണിയങ്കിൾ. അങ്കിൾ അങ്ങ് വയസ്സായി പോയല്ലോ. ഓ, അത് എണ്ണ ദോഷം കൊണ്ടാ. മോൾ എന്ത് പണിയാ കാണിച്ചേ? വരാൻ താമസിച്ച വീട് എല്ലാരും അങ്ങ് വിഷമിച്ചു. പാത്തേക്കാതെ പൊട്ടിയിടറാ. എവിടെ വെച്ച്? 300 രൂപ. 300 രൂപ. വെൽക്കം മോളെ. ഹായ് ഡാഡ്. My child. മോള് മോർണിംഗ് ഫ്ലൈറ്റ് വരുന്നല്ല അറിയിച്ചത്. സിംഗപ്പൂർ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. ഓ, എന്നിട്ട് എന്താ വിളിച്ചില്ല? ഡാഡിക്ക് ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. Naughty girl, come. മോളെ എത്ര നാളായി കണ്ണിൽ എണ്ണ വെച്ച് മുത്തിച്ച് കാത്തിരിക്കുന്നു. നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. അയ്യോ, നീ അങ്ങ് വളർന്നു പോയല്ലോ. എടാ ദാസാ, പെട്ടെന്നൊരു ചെറുക്കനെ കണ്ടുപിടിച്ചോ. അതിനെന്താ, ഉടനെ ആയിക്കളാം. വാ മോളെ. ഇനി എന്റെ മോള് പോയി നല്ലപോലെ ഒന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരണം. എന്നിട്ട് വേണം മുത്തശ്ശിക്ക് നിന്റെ അമേരിക്കൻ കഥകളൊക്കെ ഒന്ന് അറിയാൻ. ഓക്കെ മുത്തശ്ശി. പ്രിയമോളെ, ദേ കള്ളം കട്ട് ചെയ്യുന്നത് കണ്ടോ? അത് മാത്രം പറ്റില്ല. കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഷുഗർ 3+. ഡോക്ടർ സ്ട്രിക്റ്റ് ഡയറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. എടോ, മോള് വന്ന ദിവസമല്ലേ, ഇന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടറോ? ഇലയും പുല്ലും തന്നെ തിന്ന് മടുത്തു. അത് മാത്രം പറ്റില്ല. എന്തൊക്കെ രോഗങ്ങളാണ് ഈ ശരീരത്ത് വെച്ച് കെട്ടി നടക്കുന്നത്. ഇനി ഡാഡിയെ മോളൊന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോരാ. എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കാനാണ് എന്റെ തീരുമാനം. നോ ഡാഡി, നോ, നോട്ട് സച്ച് എ ബിഗ് ബിസിനസ്. ഞാൻ ഡാഡിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. നോ 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 നോ. ഈ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാനല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ അമേരിക്കയിലേക്ക് അയച്ച് മോസ്റ്റ് മോഡേൺ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ പഠിപ്പിച്ചത്? ഒന്നിലെ ദുഃഖമുള്ളൂ, ഒത്തിരി പ്രോബ്ലംസിന്റെ തീയിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ടു ഇറക്കുന്നത്. മാർക്കറ്റിന്റെ തകർച്ചയും ലേബർ പ്രോബ്ലവും സ്ട്രൈക്കും എല്ലാം. അവൻ പറഞ്ഞത് ശരിയാ മോളെ. ദാറ്റ്സ് ഓക്കെ. ഗാർമെന്റ് ഡിസൈനിങ് എന്റെ ഡ്രീമാണ്, എസ്പെഷ്യലി മെൻസ് വെയർ.
ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫൈൻ, അപ്പൊ നാളെ തന്നെ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ. വൈ നോട്ട്? ദാസ, അവള് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞോട്ടെ. അതെ ഡാഡി, ഞാൻ ഇവിടുത്തെ ശുദ്ധവായു ഒക്കെ ഒന്ന് ശ്വസിച്ചോട്ടെ.